എല്ലാ പണ്ഡിതന്മാരും അമ്പിയാക്കൾ അനന്തരാവകാശികൾ അല്ല. എന്തുകൊണ്ടല്ല? അമ്പിയാക്കൾ ആരെ പഠിച്ചോലാണ്? അള്ളാനെ പഠിച്ചോലാണ്. ഉളൂന് എത്ര കൊല്ലത്ത് വേണമെന്ന് പഠിച്ചതുകൊണ്ട് ഫഖീഹേ ആവുള്ളൂ. ഇപ്പറഞ്ഞിൽ പെടൂല. ഇപ്പറഞ്ഞിൽ പെടണമെങ്കിൽ അവർക്ക് ആരെ തിരിയണം? അള്ളാനെ തിരിയണം എന്നാണ്. തിരിയില്ലാന്നെങ്കിൽ തിരിയണം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അള്ളാനെ തിരിയാൻ ഇറങ്ങി AD 1096 ആര്? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി. അന്ന് ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ ഗസ്സാലി. കേൾക്ക് AD 1096 അള്ളാഹുവിനെ തിരിയാൻ വേണ്ടി പോയി ഇറങ്ങി. പിന്നെ അദൃശ്യതയിൽ മറഞ്ഞു. പിന്നെ ഗസ്സാലി എവിടെ ആർക്കും അറിയില്ല. 10 കൊല്ലം. തിരിച്ചു വരുന്നത് AD 1106. പിന്നെ 5 കൊല്ലം ജീവിച്ചു. 1111 വഫാത്തായി. AD 1058 ഗസ്സാലിയുടെ ജനനവർഷം. AD 1058. AD 1096 ബഗ്ദാദിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറാണ് ആര്? ഇമാം ഗസ്സാലി. 1000 കൊല്ലത്തിനിടയിൽ അങ്ങനെ ഒരു മാണിക്കക്കല്ല് ഭൂലോകത്തുണ്ടായിട്ടില്ല. അതാണ് ഗസ്സാലി. ഈ കൊല്ലം 2025 പോലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജിലുമെല്ലാം വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട് ഗസ്സാലിയുടെ പഠനങ്ങളെ കുറിച്ച്. ഈ 2000 ഒക്കെ പറഞ്ഞതിന് ശേഷം എത്ര തവണയാണ് ആംഗലേയ സമൂഹം, യൂറോപ്യൻസ്, അമേരിക്കക്കാര് ഗസ്സാലിയെ ചർച്ച ചെയ്തതിന് കയ്യും കണക്കുമില്ല. അത്രയും വലിയ പണ്ഡിതനാണ് ആര്? ഗസ്സാലി. ഇങ്ങനെയൊക്കെ ആയിട്ട് കൂടി AD 1096 ഗസ്സാലി പോവാണ്. അപ്പൊ രാജാവ് വിട്ടില്ല. ഹജ്ജിന് പോവാണ്. അപ്പൊ രാജാവ് വിട്ടു. എന്തുകൊണ്ട്? ഹജ്ജിന് പോകാൻ ഒരാൾക്ക് അറിയാൻ പറ്റില്ല. പോയി. ഹജ്ജിന് പോയില്ല. കളവ് പറഞ്ഞാണോ? അല്ല. 10ാമത്തെ കൊല്ലം ഹജ്ജ് ചെയ്തു. ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് ആരെ തിരിയണം? അന്തരം. എന്താണ് ഹജ്ജു? അൽ ഖസ്ദു. ഹജ്ജ് എന്നാൽ ഉദ്ദേശിക്കലാണ്. ആരുദ്ദേശിക്കൽ? അള്ളാഹ് ഉദ്ദേശിക്കൽ. അങ്ങനെ അള്ളാഹ് ഉദ്ദേശിക്കണമെങ്കിൽ ഇപ്പം നെയ്യപ്പം നിന്ന് റൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പറയും മനുഷ്യന്മാരെ. നിങ്ങൾ റൊണാൾഡ് ട്രംപിനോട് പറയാണ് ഞാൻ കുറച്ച് നെയ്യപ്പം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വലിയ സന്തോഷം തോന്നും. എന്നോട് പറഞ്ഞാൽ തോന്നും. കാരണം പറയാ മനുഷ്യ എന്തുകൊണ്ട് എന്തോ ഒരു കൗമാണ് പറ. എന്തുകൊണ്ട് എനിക്ക് നെയ്യപ്പം അറിയാം. ഇഷ്ടന്നല്ല ചെയർമാനെ പറയേണ്ടത്. ഇഷ്ടാണിന്റെ മുമ്പ് അതൊക്കെ തിരിയണല്ലോ. ഇപ്പൊ മന്തി എന്നൊരു 25 കൊല്ലം മുമ്പ് കേരളത്തിൽ വന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ കുട്ടികൾക്ക് മന്തി അല്ലാതെ വേറൊന്നും അറിയില്ല. അറിഞ്ഞാലല്ലേ തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പൊ വൈകുന്നേരമായ കുട്ടികൾ പറയാണ് പക്ഷേ ഇനി നമുക്ക് മന്തി. ഇതിപ്പോൾ 50 കൊല്ലത്ത് മുമ്പുള്ള മക്കൾ പറഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ട്? അറിയാതെ എങ്ങനെ ഇഷ്ടപ്പെടുക? ഒരാൾക്ക് അള്ളാനെ അറിയണമെങ്കിൽ, ഇഷ്ടപ്പെടണമെങ്കിൽ ആദ്യം ആരെ അറിയണം? പറയ മനുഷ്യ. അള്ളാനെ അറിയണ്ടേ? അള്ളാനെ അറിയാൻ നടക്കണോരാണ്. അള്ളാനെ അറിയാൻ നടന്നോരും അറിയില്ലാന്നറിഞ്ഞോരുമാണ് അമ്പിയാക്കള്. അപ്പൊ ഈ ഉലമാന്റെ ബാധ്യത എന്താ? 3 കൊല്ലത്ത് കുല്ലത്ത് പഠിക്കാൻ പോരാ. നല്ല കാര്യമാണ്. ആ കുല്ലത്ത് പഠിച്ചുകൊണ്ടാണല്ലോ നമ്മൾ എന്തായാലും നിസ്കരിച്ച്. ഓക്കെ, അതിലൊന്നും പ്രശ്നമില്ല. ചെവി എത്ര തടയണം, തലയിൽ എത്ര തടയും ഒക്കെ പറ്റും കുട്ടികളെ. ഞാൻ എതിര് പറഞ്ഞിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഇപ്പറഞ്ഞ വറസത്തുൽ അംബിയാവൂല. വറസത്തുൽ അംബിയ ആണെങ്കിൽ അംബിയ എടുത്ത പണിയെടുക്കണം. അംബിയ ജീവിച്ചത് ആരെ പറ്റിയ? ആരെ തെരഞ്ഞ? റബ്ബി അരിനി അൻദുറിലേക്ക്. മൂസാ നബി പറയാ ഒന്ന് എനിക്ക്, ഞാൻ എന്നെ പഠിച്ച് ഇപ്പൊ എനിക്കൊന്ന് കാണണം. അപ്പോ പറഞ്ഞു ലൻ തറാനി, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല മൂസാ നബി. വലാകിൻ ഉൻദുർ ഇലൽ ജബൽ ഫൈൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി. ആ പർവ്വതത്തിലേക്ക് നോക്ക്. എന്റെ ഒരു ചെറിയ പ്രകാശം ആ പർവ്വതത്തിൽ വന്നിട്ട് പർവ്വതത്തിനൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും എന്നെ കാണാം. فلما تجلى ربه للجبل جعله دكا وخر موسى صاعقا. അല്ലാഹുവിന്റെ നേരിയ പ്രകാശം വന്നപ്പോൾ, ആ പർവ്വതത്തിലേക്ക് വന്നപ്പോൾ അത് ഉൾക്കൊള്ളാൻ മൂസാക്ക് കഴിയും. ബോധം കിട്ടും. ആരാ മൂസ? 136 തവണ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ മഹാനാണ് സയ്യിദുനാ മൂസ. ആ ആൾക്ക് ഒറ്റവട്ടം നോക്കാൻ കഴിഞ്ഞില്ല.
നേരിയ പ്രകാശം. അപ്പൊ അമ്പിയാക്കൾക്കും പൂർണ്ണമായി ആരെ തിരിയില്ല? അള്ളാഹ് തിരിയില്ല. പക്ഷെ അവർ അള്ളാഹിനെ അന്വേഷിച്ച് ആയുസ് മുഴുവൻ ചെലവച്ചോല. ഇവരാണ് നബി, ഇവരെ പിൻഗാമി ആരിഫ. അപ്പൊ പോയിന്റിലെത്തി നമ്മൾ. മറ്റതൊക്കെ ഒരു പ്രത്യേക വിഷയത്തിന്റെ സ്പെഷ്യലൈസ് ചെയ്ത ആള്, അത്രയേ ഉള്ളൂ. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. അപ്പം നമ്മളെ നാട്ടിൽ കാണുന്ന പൊതുവായ പണ്ഡിതന്മാരെ വറസത്തുൽ അംബിയ എന്ന് പറയാൻ പറ്റൂല. പറ്റണമെങ്കിൽ അവരെ ആയുസ് അവരെന്തിന് ചെലവാക്കണം? അള്ളാനെ കാണാം, അള്ളാനെ കണ്ടെത്താൻ. കണ്ടെത്തൂലാന്ന് കണ്ടെത്തിയ ഒരാളേ ഉള്ളൂ, അത് മുഹമ്മദ്. وسرائر الناسوت والجبروت عينا مدرسة مسجد اللاهوت كم من لدن هواه علما صلوا عليه وسلموا تسليما. സല്ലല്ലാഹു ബൈത ആരുടെ? ഉമർ ഖാദിയുടെ. മലക്കൂട്ടി ലോകത്തെ അത്ഭുതങ്ങളും ആ രാത്രി പുണ്യ റസൂൽ കണ്ടു. ലോകത്തെ രഹസ്യങ്ങളും ജബറൂത്തി ലോകത്തെ രഹസ്യങ്ങളും കണ്ടു. പിന്നെയോ അള്ളാനെ കാണാൻ പോയത് ഒരാൾ കണ്ടു. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാനെ തിരിഞ്ഞ ഒരു അബ്ദേ ഉള്ളൂ, അതാരാ? അടുത്ത വരി എന്താ? ലാഹൂത്തി പള്ളിയിലെ മുദരിസിനെയും കണ്ടു. ലാഹൂത്തി പള്ളി അവിടെ വേറെ ആളുമില്ല, അതാരാ? ലാഹൂത്തി പള്ളി മുദരിസാരാ? മുഹമ്മദ് വലിയ. ആരാ ലാഹൂത്തി പള്ളിയിലെ മുദരിസ്? അല്ലാഹു പഠിച്ചോനെ. കണ്ണാലെ കണ്ടു. നൂറത്തെ ചൊല്ലി വന്നപ്പോൾ 136 തവണ ഖുർആൻ പറഞ്ഞ മനുഷ്യന് ആ വെളിച്ചത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എന്നാലും അവർ ആയുസ് മുഴുവൻ അള്ളാഹുവിനെ അന്വേഷിച്ചത്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ അനന്തരാവകാശികൾ എന്ന് പറഞ്ഞാൽ ഫിഖ്ഹി നിയമങ്ങൾ പഠിച്ചവരെന്ന് അർത്ഥം വെക്കുന്നത് 100% തെറ്റായ വ്യാഖ്യാനം. അമ്പിയാവിൻ്റെ പണി അവരിതൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും അവർ വെള്ളവും കുളിയും ഒക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മർമ്മപ്പെട്ട ആയുസ് അവർ ചെലവാക്കിയത് ആർക്ക് വേണ്ടിയാണ്? ഇതെല്ലാം പഠിക്കും ഇവര്. ഇപ്പൊ മുഹമ്മദ് ഷാ തങ്ങളെ പറ്റി പറഞ്ഞാലും, ഷെയ്ഖ് അബ്ദുൽ ഖാദിറിനെ പറ്റി പറഞ്ഞാലും, ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയെ പറ്റി പറഞ്ഞാലും, ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലിയെ പറഞ്ഞാലും വെറുതെ ഇരിക്കല്ലേ ഇവര്? പറഞ്ഞു എന്തിനു വെറുതെ ഇരിക്കണം? മമ്പർത്തപ്പാപ്പയെ പറ്റി പറഞ്ഞാലും, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷാ തങ്ങളെ പറ്റി പറഞ്ഞാലും അവരെന്ത് ചെയ്യും? അവർ ഫിഖ് എല്ലാം ആദ്യം പഠിക്കും, പിന്നെ അള്ളാഹുവിനെ അന്വേഷണം.